ഹായ് കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു PSC എയ്മർ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു LD മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: 2023 ജനുവരിയിൽ ജാതി സെൻസസ് ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? ഏത് സംസ്ഥാനത്താണ് ജാതി സെൻസസ് ആരംഭിച്ചത്? ജാതി സെൻസസ് ആരംഭിച്ചത് എവിടെയാണ്? ബീഹാറിലാണ്. ബീഹാർ. ജാതി സെൻസസ് ആരംഭിച്ചത് ബീഹാറിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കേരള സർക്കാർ സംഘടിപ്പിക്കുന്ന പ്രഥമ രാജ്യാന്തര കായിക ഉച്ചകോടിയുടെ വേദി. പ്രഥമ രാജ്യാന്തര കായിക ഉച്ചകോടിയുടെ വേദിയാണ് തിരുവനന്തപുരം. പ്രഥമ രാജ്യാന്തര കായിക ഉച്ചകോടിയുടെ വേദിയാണ് തിരുവനന്തപുരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 2024 ജനുവരിയിൽ വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റിന്റെ 16ാമത് ബഷീർ പുരസ്കാരം നേടിയത് ആരാണ്? 16ാമത് ബഷീർ പുരസ്കാരം നേടിയത് E സന്തോഷ് കുമാറാണ്. 16ാമത് ബഷീർ പുരസ്കാരം നേടിയത് ആരാണ്? E സന്തോഷ് കുമാർ. 16ാമത് ബഷീർ പുരസ്കാരം E സന്തോഷ് കുമാറാണ് നേടിയത്. നെക്സ്റ്റ് നോക്കാം. 2023 ഡിസംബറിൽ ഈജിപ്തിൻ്റെ പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആരാണ്? 23 ഈജിപ്തിൻ്റെ പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുത്തത് ആരെയാണ്? അബ്ദുൽ ഫത്താഹ് അസീസിനെയാണ്. അബ്ദുൽ ഫത്താഹ് അസീസി. നെക്സ്റ്റ് നോക്കാം. കാഴ്ച വെല്ലുവിളി നേരിടുന്ന എല്ലാവരെയും പ്രായഭേദമന്യേ ബ്രെയിലി ലിപി പഠിപ്പിക്കുന്നതിനായിട്ട് കേരള സാക്ഷരതാ മിഷൻ തയ്യാറാക്കിയ പഠന പദ്ധതി ഏതാണ്? ഏതാണ് ആ പദ്ധതി? കാഴ്ച വെല്ലുവിളി നേരിടുന്നവർക്ക് എല്ലാവർക്കും ബ്രെയിലി ലിപി പഠിപ്പിക്കാനുള്ള പദ്ധതിയാണ് ദീപ്തി. ദീപ്തി പദ്ധതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 2023 ആയുഷ്മാൻ ഭാരത് ആരോഗ്യക്ഷേമ കേന്ദ്രങ്ങൾക്ക് കേന്ദ്ര സർക്കാർ നൽകിയ പുതിയ പേരെന്താണ്? ആരോഗ്യ മന്ദിർ എന്നാണ് പുതിയ പേര് കൊടുത്തിട്ടുള്ളത്. 2024 ആയുഷ്മാൻ ഭാരത് ആരോഗ്യക്ഷേമ കേന്ദ്രങ്ങൾക്ക് നൽകിയിട്ടുള്ള പേരാണ് ആരോഗ്യ മന്ദിർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2023 നവംബറിൽ വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട ദേശീയ സൈബർ സുരക്ഷാ ഏജൻസി ഏതാണ്? വിവരാവകാശത്തിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടത് ഏത് ഏജൻസിയാണ്? CERT ഇൻ. CERT ഇൻ എന്നും തരും ക്വസ്റ്റ്യനിൽ. അപ്പം ഏത് ഏജൻസിനെയാണ് ഒഴിവാക്കിയത്? CERT ഇൻ അല്ലെങ്കിൽ CERT ഇന്നിനെയാണ് ഒഴിവാക്കിയിട്ടുള്ളത് എന്ന് ഓർത്തു വെച്ചേക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 2023 JCB പുരസ്കാരത്തിന് അർഹനായ സാഹിത്യകാരൻ ആരാണ്? 2023 JCB കിട്ടിയത് ആർക്കാണ്? പെരുമാൾ മുരുകൻ. 23 JCB കിട്ടിയത് പെരുമാൾ മുരുകനാണ്. 23 JCB പെരുമാൾ മുരുകൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഡൽഹിയിലെ രൂക്ഷമായ അന്തരീക്ഷ മലിനീകരണത്തിന് പരിഹാരം എന്ന നിലയിൽ കൃത്രിമ മഴ വികസിപ്പിച്ച IIT ഏതാണ്? ഡൽഹിയിലെ രൂക്ഷമായ അന്തരീക്ഷ മലിനീകരണത്തിന് പരിഹാരം എന്ന നിലയിൽ കൃത്രിമ മഴ വികസിപ്പിച്ച IIT ആണ് IIT കാൺപൂർ. കൃത്രിമ മഴ വികസിപ്പിച്ചത് IIT കാൺപൂരാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 2023 ഇന്ത്യൻ ആർമിയുടെ ആദ്യത്തെ വെർട്ടിക്കൽ വിൻഡ് ടണൽ നിലവിൽ വന്ന സംസ്ഥാനം ഏതാണ്? ഏത് സംസ്ഥാനത്താണ് ഇന്ത്യൻ ആർമിയുടെ ആദ്യത്തെ വെർട്ടിക്കൽ വിൻഡ് ടണൽ നിലവിൽ വന്നത്? ഉത്തരം ഹിമാചൽ പ്രദേശാണ്. ഇന്ത്യൻ ആർമിയുടെ ആദ്യത്തെ വെർട്ടിക്കൽ വിൻഡ് ടണൽ ഹിമാചൽ പ്രദേശിലാണ്. നെക്സ്റ്റ് നോക്കാം. ഇന്ത്യയിൽ ആദ്യമായിട്ട് സംഘടിപ്പിക്കപ്പെട്ട ഏഷ്യൻ മൗണ്ട് ബൈക്ക് സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പ് 2023 ഒക്ടോബറിൽ വേദിയായത് എവിടെയാണ്? ഏഷ്യൻ മൗണ്ട് ബൈക്ക് സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പ്. മൗണ്ട് ബൈക്ക് സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പിന് വേദിയായത് പൊന്മുടിയാണ്. പാരാഗ്ലൈഡിങ്ങിന് വേദിയായിട്ടുള്ളതാണ് വാഗമൺ. അപ്പം അതൊന്ന് ഓർത്തു വെച്ചേക്കാം. 2023 ഇന്ത്യ അടക്കമുള്ള 7 രാജ്യങ്ങളിൽ നിന്നുള്ള സഞ്ചാരികൾക്ക് സൗജന്യ വിസ അനുവദിച്ച ലോകരാജ്യം ഏതാണ്? ഇന്ത്യ അടക്കമുള്ള 7 രാജ്യങ്ങളിൽ നിന്നുള്ള സഞ്ചാരികൾക്ക് സൗജന്യ വിസ അനുവദിച്ചിട്ടുള്ള രാജ്യമാണ് ശ്രീലങ്ക. ശ്രീലങ്കയാണ് ഇന്ത്യ അടക്കമുള്ള 7 രാജ്യങ്ങൾക്ക് സൗജന്യ വിസ അനുവദിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സംസ്ഥാന ട്രാൻസ്ജെൻഡർ കലോത്സവം വർണ്ണപ്പകിട്ട് 2024 വേദി. വർണ്ണപ്പകിട്ട് 2024 വേദി എവിടെയായിരുന്നു? തൃശ്ശൂർ ജില്ലയായിരുന്നു. തൃശ്ശൂർ. വ്യക്തിഗത ബാങ്കിംഗ് അനുഭവത്തിന് പുതുമ സമ്മാനിക്കുന്ന സ്റ്റെല്ലർ സേവിങ്സ് അക്കൗണ്ട് ഫീച്ചർ അവതരിപ്പിച്ചത് ഏത് ബാങ്കാണ്? സ്റ്റെല്ലർ
സേവിങ് അക്കൗണ്ട് ഫീച്ചർ അവതരിപ്പിച്ചിട്ടുള്ളത് ഫെഡറൽ ബാങ്ക് ആണ്. അപ്പോൾ ആ ഫീച്ചറിൻ്റെ പേരും കൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക, സ്റ്റെല്ലർ. വ്യക്തിഗത ബാങ്കിങ് അനുഭവത്തിന് പുതുമ സമ്മാനിക്കുന്ന സ്റ്റെല്ലർ സേവിങ്സ് അക്കൗണ്ട് ഫീച്ചർ അവതരിപ്പിച്ചിട്ടുള്ളത് ഫെഡറൽ ബാങ്ക് ആണ്. നെക്സ്റ്റ് നോക്കാം, കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഉഷ്ണതരംഗം പ്രഖ്യാപിച്ച കേരളത്തിലെ ആദ്യ ജില്ല. കേരളത്തിൽ ഉഷ്ണതരംഗം പ്രഖ്യാപിച്ച ആദ്യ ജില്ല ഏതാണ്? പാലക്കാട് ജില്ലയാണ് അല്ലേ. നെക്സ്റ്റ് നോക്കാം, പശുക്കളുടെ ആരോഗ്യം ഉറപ്പുവരുത്തി മികച്ച പാലുൽപാദനം ഉറപ്പാക്കാൻ കൗ കെയർ എന്ന പുതിയ ഉൽപ്പന്നം പുറത്തിറക്കുന്നത് ഏത് കമ്പനിയാണ്? കൗ കെയർ എന്നുള്ള പുതിയ ഉൽപ്പന്നം പുറത്തിറക്കുന്നത് മിൽമ കമ്പനിയാണ്, മിൽമയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം, താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? അപ്പോൾ തെറ്റായ പ്രസ്താവന ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 2022-23 സ്വരാജ് ട്രോഫി നേടിയ മികച്ച ജില്ലാ പഞ്ചായത്ത് തിരുവനന്തപുരം. ശരിയാണോ? മികച്ച ജില്ലാ പഞ്ചായത്തിൽ തിരുവനന്തപുരം ഉണ്ടോ? അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് അല്ലേ. ഇവിടെ നമുക്ക് തെറ്റായിട്ടുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം നമുക്ക് നെക്സ്റ്റ് വായിക്കാം. 2022-23 സ്വരാജ് ട്രോഫി നേടിയ മികച്ച ഗ്രാമപഞ്ചായത്ത് നീലേശ്വരം. നീലേശ്വരം മികച്ച ഗ്രാമപഞ്ചായത്താണോ? അല്ല, മികച്ച ബ്ലോക്കാണ് നീലേശ്വരം. അപ്പോൾ ഇവിടെ തെറ്റായിട്ടുള്ളത് ഈ ഒരു പ്രസ്താവനയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ഓപ്ഷൻസ് ഒന്ന് അറിഞ്ഞു വെക്കുക. ശരിയായിട്ടുള്ള ഓപ്ഷൻസ് ആണല്ലോ. അപ്പോൾ 2022-23 സ്വരാജ് ട്രോഫി നേടിയ മികച്ച മുനിസിപ്പാലിറ്റിയാണ് ഗുരുവായൂർ. സ്വരാജ് ട്രോഫി നേടിയ മികച്ച കോർപ്പറേഷൻ തിരുവനന്തപുരമാണ്. ഓക്കെ, ക്ലിയർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം, അടുത്തിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത ബാബ്സ് ഹിന്ദു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണ്? ഏത് രാജ്യത്താണ് പ്രധാനമന്ത്രി ബാബ്സ് ഹിന്ദു ക്ഷേത്രം? അപ്പോൾ ക്ഷേത്രത്തിന്റെ പേരും കൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ബാബ്സ് ഹിന്ദു ക്ഷേത്രം പണി കഴിപ്പിച്ചത് അല്ലെങ്കിൽ ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം വരുന്നത് ഏതാണ്? UAE-യിലാണ്, UAE. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം, ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവായ MS സ്വാമിനാഥൻ അന്തരിച്ചത്. സ്വാമിനാഥൻ അന്തരിച്ചത് എന്നാണ്? 2023 സെപ്റ്റംബർ 28-നാണ്. 2023 സെപ്റ്റംബർ 28-നാണ് MS സ്വാമിനാഥൻ അന്തരിച്ചത്. നെക്സ്റ്റ് നോക്കാം, SBIയുടെ ബ്രാൻഡ് അംബാസിഡർ. SBIയുടെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? MS ധോണിയാണ്, MS ധോണി. നെക്സ്റ്റ് നോക്കാം, ഭൂപരിഷ്കരണം ഉൾപ്പെടുന്ന ഭരണഘടനയിലെ പട്ടിക. ഏത് പട്ടികയിലാണ് ഭൂപരിഷ്കരണം ഉൾപ്പെടുന്നത്? 9ാമത്തെ പട്ടികയിലാണ് ഭൂപരിഷ്കരണം ഉൾപ്പെടുന്നത്. നെക്സ്റ്റ് നോക്കാം, തെറ്റായ ജോഡി തിരഞ്ഞെടുക്കുക. തെറ്റായ ജോഡി തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓപ്ഷൻ നോക്കാം നമുക്ക്. റിട്ട് കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? ബ്രിട്ടൻ. അത് ശരിയായിട്ടുള്ള ഓപ്ഷൻ ആണ്. നെക്സ്റ്റ് നോക്കാം, സ്റ്റേറ്റ് ലിസ്റ്റ് കടമെടുത്തിട്ടുള്ളത് എവിടെ നിന്നാണ്? കാനഡ. അതും കറക്റ്റ് ആണ്. റിപ്പബ്ലിക് നമ്മൾ കടമെടുത്തിട്ടുള്ളത് എവിടെ നിന്നാണ്? ഫ്രാൻസ്. അതും ശരിയായിട്ടുള്ളതാണ്. മൗലിക കർത്തവ്യങ്ങൾ എവിടെ നിന്നാണ് നമ്മൾ കടമെടുത്തിട്ടുള്ളത്? USSR എന്നാണ്. ഇവിടെ USA എന്നാണ് കൊടുത്തിട്ടുള്ളത്. USSR എന്നാണ് നമ്മൾ മൗലിക കടമകൾ അല്ലെങ്കിൽ കർത്തവ്യങ്ങൾ കടമെടുത്തിട്ടുള്ളത്. അപ്പൊ ഇതിൽ തെറ്റായ ജോഡി ഓപ്ഷൻ D ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം, ബുൾവാർക്ക് ഓഫ് പേഴ്സണൽ ഫ്രീഡം എന്നറിയപ്പെടുന്ന റിട്ട് ഏതാണ്? ബുൾവാർക്ക് ഓഫ് പേഴ്സണൽ ഫ്രീഡം എന്നറിയപ്പെടുന്ന റിട്ട് ഏതാണ്? ഹേബിയസ് കോർപ്പസ് റിട്ട് ആണ്. ഓക്കെ, അപ്പോൾ ബുൾവാർക്ക് ഓഫ് പേഴ്സണൽ ഫ്രീഡം എന്നറിയപ്പെടുന്നത് ഹേബിയസ് കോർപ്പസ് റിട്ട് ആണ്. നെക്സ്റ്റ് നോക്കാം, മാർഗനിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. അപ്പോൾ ഇവിടെ ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ഓരോ പ്രസ്താവനകളായിട്ട് വായിക്കാം. മാർഗനിർദ്ദേശക തത്വങ്ങൾ ന്യായവാദത്തിന് അർഹമല്ല. ശരിയാണോ? ശരിയാണല്ലേ. മാർഗനിർദ്ദേശക തത്വങ്ങൾ ന്യായവാദത്തിന് അർഹമല്ല. മാർഗനിർദ്ദേശക തത്വങ്ങളെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന ഭാഗം 4 ഭാഗം 4-ലാണ് മാർഗനിർദ്ദേശക തത്വങ്ങളെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത്. അതും ശരിയാണ്. മാർഗനിർദ്ദേശക തത്വങ്ങൾ സാമൂഹിക സാമ്പത്തിക നീതിക്ക് ഊന്നൽ നൽകുന്നു. അത് ശരിയായിട്ടുള്ള പ്രസ്താവനയല്ലേ. മാർഗനിർദ്ദേശക തത്വങ്ങൾ സാമൂഹിക സാമ്പത്തിക നീതിക്കാണ് ഊന്നൽ നൽകുന്നത്. നെക്സ്റ്റ് നോക്കാം, നിർദ്ദേശക തത്വങ്ങൾ ഒരു ക്ഷേമ രാഷ്ട്രത്തിന്റെ ആശയങ്ങൾ ഉൾക്കൊള്ളുന്നു. അതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. നിർദ്ദേശക തത്വങ്ങൾ ഒരു ക്ഷേമ രാഷ്ട്ര ആശയങ്ങളെ ഉൾക്കൊള്ളുന്നതാണ്. അപ്പോൾ ഇവിടെ ആൻസർ ഏതായിരിക്കും വരിക? ഓപ്ഷൻ D, ഇവയെല്ലാം എന്നുള്ളതാണ് ഇവിടുത്തെ ആൻസർ വരുന്നത്. ഓക്കെ, അപ്പം നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പിന്നോക്ക വിഭാഗ പട്ടിക തയ്യാറാക്കാൻ അതത് സംസ്ഥാനങ്ങൾക്ക് ഉള്ള അധികാരം തിരിച്ചു നൽകുന്ന ഭേദഗതി ഏതാണ്? പിന്നോക്ക വിഭാഗ പട്ടിക തയ്യാറാക്കാനായിട്ട് ഓരോ സംസ്ഥാനങ്ങൾക്കും അധികാരം നൽകുന്ന ഭേദഗതിയാണ് 105-ാം ഭേദഗതി. 105-ാം ഭേദഗതി. ഓക്കെ, ക്ലിയർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം പരാതി നൽകുന്ന സാഹചര്യങ്ങൾ ചുവടെ നൽകിയിരിക്കുന്നവയിൽ ഏതൊക്കെയാണ്?
ഓക്കെ, അപ്പം നമുക്ക് സാഹചര്യങ്ങൾ വായിക്കാം. വ്യാജ ഉൽപ്പന്നങ്ങൾക്കെതിരെ നമുക്ക് പരാതി നൽകാൻ പറ്റുമോ? പറ്റുമല്ലേ? വ്യാജ ഉൽപ്പന്നം കിട്ടിക്കഴിഞ്ഞാൽ പരാതി കൊടുക്കാനായിട്ട് പറ്റും. നെക്സ്റ്റ് നോക്കിയേ, മായം ചേർത്തിട്ടുള്ള ഉൽപ്പന്നങ്ങൾക്കെതിരെ നമ്മളൊരു പ്രോഡക്റ്റ് വാങ്ങി അത് മായം ചേർത്തതാണെങ്കിൽ നമുക്ക് പരാതി കൊടുക്കാനായിട്ട് പറ്റും. അപ്പം അതും ശരിയാണ്. ഉപഭോക്താക്കളെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള പരസ്യങ്ങൾക്കെതിരെ അതും വളരെ ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. നമ്മൾ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പരസ്യം ചെയ്തു കഴിഞ്ഞാൽ ആ പരസ്യങ്ങൾക്കെതിരെയും നമുക്ക് കേസ് ഫയൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ഇവയെല്ലാമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 2005 ഗാർഹിക പീഡനത്തിൽ നിന്നുള്ള സംരക്ഷണ നിയമത്തിന്റെ വ്യവസ്ഥകളുമായി ബന്ധപ്പെട്ട് തെറ്റായ ഉത്തരം ഏതാണ്? തെറ്റാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പ്രസ്താവനകൾ വായിക്കാം. നിയമപരമായി വിവാഹിതനായ ഭർത്താവിനെതിരെ മാത്രമേ പരിഹാരങ്ങൾ ആവശ്യപ്പെടാനാകൂ. അങ്ങനെയാണോ നിയമത്തിൽ പറഞ്ഞിട്ടുള്ളത്? അല്ല. നമുക്ക് ഒരു കൂരയ്ക്ക് കീഴിൽ ഒരു വീട്ടിൽ ഒരുമിച്ച് താമസിക്കേണ്ടി വന്ന ആർക്കെതിരെ ആയിട്ടായാലും, അതിപ്പോൾ സ്വന്തം വീടാവണം എന്നില്ല, വാടകയ്ക്കുള്ള വീടായാലും ശരി, ആർക്കെതിരെ ആയിട്ടായാലും നമുക്ക് പരാതി കൊടുക്കാവുന്നതാണ്. ലിവിങ് ടുഗെദർ ആയാലും ശരി, ഒരുമിച്ച് ജീവിച്ചാൽ മതി. ഒരു വീട്ടിൽ ഒരു കൂരയ്ക്കുള്ളിൽ ഒരുമിച്ച് ജീവിച്ചിരിക്കുന്ന കാലത്തിൽ നമുക്ക് അനുഭവപ്പെടുന്ന ബുദ്ധിമുട്ടുകൾക്കെതിരെയാണ് നമുക്ക് പരാതി കൊടുക്കാനായിട്ട് പറ്റുക. അപ്പോൾ ഇവിടെ എ ആണ് ഇവിടെ ആൻസർ വരുന്നത്. അപ്പം ബാക്കി ശരിയായിട്ടുള്ള പ്രസ്താവനകളാണല്ലോ, ആ നിലയ്ക്ക് നമുക്കൊന്ന് വായിക്കാം. മജിസ്ട്രേറ്റിന്റെ നടപടികൾ രഹസ്യമായി നടത്താവുന്നതാണ്. അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം നടപടികൾ മജിസ്ട്രേറ്റിന് വേണമെങ്കിൽ രഹസ്യമായി നടത്താവുന്നതാണ്. ഉത്തരവിന്റെ പകർപ്പുകൾ കോടതി സൗജന്യമായിട്ട് നൽകണം. പരാതിക്കാർക്ക് ഉത്തരവ് എന്താണോ അതിന്റെ കോപ്പി സൗജന്യമായിട്ട് കൊടുക്കണം. മജിസ്ട്രേറ്റിന് നഷ്ടപരിഹാര ഉത്തരവുകൾക്ക് പുറപ്പെടുവിക്കാവുന്നതാണ്. ഓക്കെ, അപ്പം നഷ്ടം ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനുള്ള നഷ്ടപരിഹാര ഉത്തരവുകളും മജിസ്ട്രേറ്റിന് പുറപ്പെടുവിക്കാവുന്നതാണ്. അപ്പോൾ ഗാർഹിക പീഡന നിരോധന നിയമം 2005 പ്രകാരം നമുക്ക് കേസ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഭർത്താവിനെതിരെ എന്നുള്ളത് മാത്രമല്ല, ഒരു വീട്ടിൽ ഒരുമിച്ച് കഴിഞ്ഞ ആർക്കെതിരെ വേണമെങ്കിലും, അതിപ്പോൾ പുരുഷൻ തന്നെ ആവണമെന്നില്ല, സ്ത്രീക്കെതിരെ വേണമെങ്കിലും കേസ് ഫയൽ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പോക്സോ നിയമത്തിന്റെ ആകെ അധ്യായങ്ങൾ എത്ര? പോക്സോ നിയമത്തിൽ എത്ര അധ്യായങ്ങളാണുള്ളത്? 9 അധ്യായങ്ങളാണുള്ളത്. പോക്സോ നിയമത്തിൽ 9 അധ്യായങ്ങളാണുള്ളത്. നെക്സ്റ്റ് നോക്കാം. പൗരാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം. പൗരാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നത് 1955 1955 പൗരാവകാശ സംരക്ഷണ നിയമം നിലവിൽ വരുന്നത്. നോക്കാം. വിവരാവകാശ കമ്മീഷൻ നേരിട്ട് പരാതി സ്വീകരിക്കുന്ന സന്ദർഭങ്ങൾ ചുവടെ നൽകിയിരിക്കുന്നവയിൽ ഏതൊക്കെയാണ്? നിയമാനുസൃതമല്ലാത്ത തരത്തിലുള്ള ഫീസ് ആവശ്യപ്പെടുമ്പോൾ നമുക്ക് വിവരാവകാശ കമ്മീഷൻ നേരിട്ട് പരാതി സ്വീകരിക്കുന്നതാണ്. അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. നിശ്ചിത സമയപരിധിക്കുള്ളിൽ അപേക്ഷ തീർപ്പാക്കാതിരിക്കുമ്പോൾ അപ്പോഴും വിവരാവകാശ കമ്മീഷൻ നേരിട്ട് പരാതി സ്വീകരിക്കുന്നതാണ്. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥര് അപേക്ഷ സ്വീകരിക്കാതിരിക്കുമ്പോൾ ഇതിൽ 3 പ്രസ്താവനകളും ശരിയാണ്. ഈ 3 സന്ദർഭങ്ങളിലും വിവരാവകാശ കമ്മീഷന് നേരിട്ട് പരാതി സ്വീകരിക്കാവുന്നതാണ്. നിയമാനുസൃതമല്ലാത്ത തരത്തിലുള്ള ഫീസാണ് ആവശ്യപ്പെടുന്നതെങ്കിൽ, അല്ലെങ്കിൽ നിശ്ചിത സമയപരിധിക്കുള്ളിൽ അപേക്ഷ തീർപ്പാക്കാതിരിക്കുമ്പോൾ, ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ അപേക്ഷ സ്വീകരിക്കാതിരിക്കുമ്പോൾ, ഈ 3 സാഹചര്യങ്ങളിലും നമുക്ക് എന്തുണ്ട്? ഈ സന്ദർഭങ്ങളിലെല്ലാം വിവരാവകാശ കമ്മീഷന് നേരിട്ട് പരാതി സ്വീകരിക്കാവുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. തെറ്റായ പ്രസ്താവന കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് പ്രസ്താവനകൾ നോക്കാം. 2016 മുതൽ കേന്ദ്ര ദുരന്ത നിവാരണ അതോറിറ്റി ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് ആപത് മിത്ര. ശരിയാണോ? ശരിയാണല്ലേ. കേന്ദ്ര ദുരന്ത നിവാരണ അതോറിറ്റി 2010 മുതൽ നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് ആപത് മിത്ര എന്ന് പറഞ്ഞ പദ്ധതി. അപ്പോൾ അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. നെക്സ്റ്റ് നമുക്ക് നോക്കാം. ഇന്ത്യയിലെ 25 സ്റ്റേറ്റുകളിൽ വെള്ളപ്പൊക്ക സാധ്യതയുള്ള തെരഞ്ഞെടുത്ത 30 ജില്ലകളിൽ ഈ പദ്ധതി പ്രകാരം ആപത് മിത്ര സന്നദ്ധ സേനകൾ രൂപീകരിച്ചിട്ടുണ്ട്. അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഇന്ത്യയിലെ 25 സ്റ്റേറ്റുകളിൽ വെള്ളപ്പൊക്കം സാധ്യതയുള്ള തെരഞ്ഞെടുത്ത ഈ 30 ജില്ലകളിലായിട്ട് ഈ പദ്ധതി പ്രകാരം ആപത് മിത്ര സന്നദ്ധ സേനകൾ രൂപീകരിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് പ്രസ്താവന നോക്കിയേ. കേരളത്തിൽ ആപത് മിത്ര സന്നദ്ധ സേന രൂപീകരിച്ചിട്ടുള്ള ജില്ല ഇടുക്കിയാണ്. അത് ശരിയാണോ? ഇടുക്കി ജില്ലയിലല്ല, കോട്ടയം ജില്ലയിലാണ്. ഓക്കെ, അപ്പോൾ അവിടെ ഓപ്ഷൻ
സി ആണ് ആൻസർ വരുന്നത്, 3 മാത്രം തെറ്റ്. ഇപ്പോൾ കേരളത്തിലെ ആപത് മിത്ര സന്നദ്ധ സേനയുള്ളത് കോട്ടയം ജില്ലയിലാണ്. 2016 മുതൽ കേന്ദ്ര ദുരന്ത നിവാരണ അതോറിറ്റി ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ആപത് മിത്ര. 25 സ്റ്റേറ്റുകളിലെ വെള്ളപ്പൊക്ക സാധ്യതയുള്ള 30 ജില്ലകളിലാണ് ഈ പദ്ധതി പ്രകാരം ആപത് മിത്ര സന്നദ്ധ സേനകൾ രൂപീകരിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ശരിയായവ ചേർത്തെഴുതുക എന്നുള്ളതാണ്. ചേരുമ്പോൾ ചേർക്കുക. അപ്പോൾ ഓരോന്ന് നോക്കാം. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി വരുന്നത് ഏത് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ടിന്റെ ഏത് സെക്ഷൻ പ്രകാരമാണ്? സെക്ഷൻ 3 ക്ലോസ് 1 പ്രകാരമാണല്ലേ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി വരുന്നത്. 3 ക്ലോസ് 1 പ്രകാരമാണ്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി വരുന്നത് 14 ക്ലോസ് 1 പ്രകാരമാണ്. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി വരുന്നത് സെക്ഷൻ 25 ക്ലോസ് 1 ആണ്. ഓക്കെ, അപ്പം ഇവിടെ ജസ്റ്റ് ഒരു ട്രിക്ക് എന്നുള്ള നിലയ്ക്ക് ഓർത്തു വെക്കാം. എന്ത് കാര്യവും ഏറ്റവും സെക്ഷനുകൾ വരുമ്പോൾ ഏറ്റവും ചെറിയ നമ്പർ വരുന്നത് ദേശീയ തലത്തിലായിരിക്കും. അത് കഴിഞ്ഞ് താഴ്ന്നത് വരുന്നത് സംസ്ഥാനം. അപ്പം അടുത്ത താഴ്ന്ന നമ്പർ സംസ്ഥാനത്തേക്ക്. താഴ്ന്നത് മീൻസ് അത് കഴിഞ്ഞിട്ടുള്ള നമ്പർ. അതായത് ഇപ്പം ഇതിലിപ്പം ഏറ്റവും അടുത്ത് ഫസ്റ്റത്തെ നമ്പർ ഏതാണ്? 3 ആണ്. അപ്പം 3 വരുന്നത് ഏറ്റവും വലിയ ലെവൽ ദേശീയം. അത് കഴിഞ്ഞ് 3ന് താഴെ വരുന്നതാണ് 14 ആകുമ്പോൾ ദേശീയത്തിന് താഴെ സംസ്ഥാനം. അത് കഴിഞ്ഞിട്ട് പിന്നെ 25 ആണ് ഇവിടെ കിടക്കുന്നത്. സംസ്ഥാനത്തിൻ്റെ സബ് ഡിവിഷൻ അല്ലേ ജില്ല എന്ന് പറയുന്നത്. ആ രീതിയിലായിരിക്കും മിക്കവാറും കാര്യങ്ങളിലും സെക്ഷൻസ് വരുന്നത്. അപ്പം അതൊന്ന് ജസ്റ്റ് ഒരു ട്രിക്ക് പോലെ ഒന്ന് ഓർത്ത് വെച്ചാൽ നമുക്കത് ആൻസർ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ആൻസർ വരുന്നത്. ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ആൻസർ വരുന്നത്. അപ്പോൾ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിനെ കുറിച്ച് പറയുന്നത് സെക്ഷൻ 3ലാണ്. സംസ്ഥാനത്തിനെ കുറിച്ച് പറയുന്നത് സെക്ഷൻ 14ലാണ്. ജില്ലേനെ കുറിച്ച് പറയുന്നത് സെക്ഷൻ 25 ക്ലോസ് 1ലാണ്. ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദുരന്ത നിവാരണ നിയമം 2005 അനുസരിച്ച് തെറ്റായ ദുരന്ത മുന്നറിയിപ്പ് നൽകിയാൽ ഏത് വകുപ്പ് പ്രകാരമാണ് ശിക്ഷ നൽകുന്നത്? തെറ്റായ മുന്നറിയിപ്പ് കൊടുത്താൽ ശിക്ഷ കൊടുക്കുന്നത് വകുപ്പ് 54 പ്രകാരമാണ്. തെറ്റായ ദുരന്ത മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞാൽ വകുപ്പ് 54 പ്രകാരമാണ് ശിക്ഷ കൊടുക്കുന്നത്. കേരളത്തിൽ ആദ്യമായിട്ട് സുനാമി മുന്നറിയിപ്പ് കേന്ദ്രം സ്ഥാപിച്ചത് എവിടെയാണ്? വിഴിഞ്ഞത്താണ്. വിഴിഞ്ഞം. കേരളത്തിൽ ആദ്യമായിട്ട് സുനാമി മുന്നറിയിപ്പ് കേന്ദ്രം സ്ഥാപിച്ചത് എവിടെയാണ്? വിഴിഞ്ഞം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സംസ്ഥാന തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏത്? ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. ഓരോന്നായിട്ട് വായിക്കാം. കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ 1992 ഡിസംബർ 1 നിലവിൽ വന്നു. ശരിയാണോ? നിലവിൽ വന്നത് 93 ഡിസംബർ 3 അപ്പോൾ അത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. നെക്സ്റ്റ് നോക്കാം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടത്തുന്ന തെരഞ്ഞെടുപ്പിന്റെ മേൽനോട്ടം, നേതൃത്വം, നിയന്ത്രണം എന്നിവയും വോട്ടർ പട്ടിക തയ്യാറാക്കുകയും സംസ്ഥാന ഇലക്ഷൻ കമ്മീഷണറാണ് ചെയ്യുന്നത്. അത് ശരിയാണോ? ശരിയാണല്ലേ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടത്തുന്ന തെരഞ്ഞെടുപ്പിന്റെ മേൽനോട്ടം, നേതൃത്വം, നിയന്ത്രണം എന്നിവയും വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതും സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനാണ്. അപ്പം അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. നെക്സ്റ്റ് നോക്കാം. നിലവിലെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വി ഭാസ്കരൻ. ശരിയാണോ? എ ഷാജഹാൻ ആണല്ലേ. നമ്മളെ കേരളത്തിലെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് എ ഷാജഹാൻ. ഓക്കെ, ചീഫ് ഇലക്ട്രൽ ഓഫീസർ ചോദിച്ചു കഴിഞ്ഞാൽ മാറും സഞ്ജയ് കൗളാണ്. ഇലക്ഷൻ കമ്മീഷണർ ആരാണെന്ന് ചോദിച്ചാൽ ഷാജഹാനാണ്. അപ്പം അതും തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. അടുത്തത് വരുന്നത് ആർട്ടിക്കിൾ 243 സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ശരിയാണോ? സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ കുറിച്ച് പ്രതിപാദിക്കുന്നത് 243 ആണ്. ഓക്കെ, അപ്പം അതും തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ ബി ആണ്. 2 മാത്രമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റൂർക്കേലയിൽ ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് സ്ഥാപിതമായത് എന്നാണ്? റൂർക്കേലയിൽ ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് സ്ഥാപിതമായത് 1959 ബൊക്കാറോ വരുന്നത് 1964 പിന്നെ വരുന്നത് ഏതാണ്? ദുർഗാപൂർ വരുന്നത് എവിടെയാണ്? എപ്പോഴാണ്? 1962 ഓക്കെ, അപ്പോൾ അത് തെറ്റാതെ പഠിച്ചു വെച്ചേക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ വാണിജ്യ ബാങ്ക്, പൊതുമേഖലാ ബാങ്ക് എന്നിങ്ങനെ അറിയപ്പെടുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. അത് ശരിയായിട്ടുള്ള പ്രസ്താവനയല്ലേ? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്കും വാണിജ്യ ബാങ്ക് എന്നുള്ളത്.
ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പ്രസ്താവന നോക്കാം. 1954 ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യയെ ദേശസാൽക്കരിച്ചാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ വന്നത്. ശരിയാണോ? 54 ദേശസാൽക്കരിച്ചത്? അല്ല, 55 ദേശസാൽക്കരിച്ചത്. അപ്പം അത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. SBIയുടെ ഇപ്പോഴത്തെ ലോഗോ ഡിസൈൻ ചെയ്തത് 1971 നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ ആണ്. ഓക്കെ, അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഒരു റെയർ ഫാക്റ്റ് ആണ്, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. SBIയുടെ ഇപ്പോഴത്തെ ലോഗോ ഡിസൈൻ ചെയ്തിട്ടുള്ളത് 1971 നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് നോക്കാം. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ SBIയിൽ ലയിച്ചത് 2017 ഏപ്രിൽ 1 അതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. 2017 ഏപ്രിൽ 1 നമ്മുടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ SBIയിൽ ലയിക്കുന്നത്. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് 2 മാത്രമാണ് തെറ്റ് വരുന്നത്. അപ്പോൾ 1, 3, 4 ഓപ്ഷൻ ബി ആണ് ഇവിടെ ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ശരിയായ പ്രസ്താവന ഏതാണ്? ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. ചോദന നിയമം ആവിഷ്കരിച്ചത് ആൽഫ്രഡ് മാർഷൽ. ശരിയാണോ? ചോദന നിയമം ആവിഷ്കരിച്ചത് ആരാണ്? ആൽഫ്രഡ് മാർഷൽ. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ട്രസ്റ്റിഷിപ്പ് എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? മഹാത്മാഗാന്ധിയാണോ? അതെ അല്ലേ, ട്രസ്റ്റിഷിപ്പ് എന്ന ആശയം മഹാത്മാഗാന്ധിയുടേതാണ്. അപ്പം അതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. നെക്സ്റ്റ് നോക്കാം. അമർത്യ സെന്നിന്റെ രചനകളിലെ മുഖ്യ വിഷയങ്ങൾ സാമ്പത്തിക ക്ഷേമവും മനുഷ്യക്ഷേമവുമാണ്. അതും കറക്റ്റ് പ്രസ്താവനയാണ്. അമർത്യ സെന്നിന്റെ രചനകളിലൊക്കെ കൂടുതലായിട്ട് കാണുന്നത് സാമ്പത്തിക ക്ഷേമവും മനുഷ്യക്ഷേമവുമാണ്. നമുക്ക് എടുത്തു പറഞ്ഞു തന്നിട്ടുള്ള ഒരു പോയിന്റ് ആണത്. നെക്സ്റ്റ് നോക്കാം. ദാദാഭായ് നവറോജിയുടെ പ്രശസ്തമായ കൃതിയാണ് പോവർട്ടി ആൻഡ് ഫെമൈൻസ്. അത് ശരിയാണോ? അല്ല അല്ലേ, ദാദാഭായ് നവറോജിയുടെ പുസ്തകം ഏതാണ്? പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ ആണ്. അപ്പോൾ 4ാമത്തെ തെറ്റാണ്. 1, 2, 3 ശരി. ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ബൗദ്ധിക ജീവിത ഗുണനിലവാര സൂചികയുടെ അടിസ്ഥാന മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതൊക്കെയാണ് ഉൾപ്പെടുന്നത്? പ്രതീക്ഷിത ആയുർദൈർഘ്യം, ശിശുമരണ നിരക്ക്, അടിസ്ഥാന സാക്ഷരത അല്ലേ. അപ്പോൾ 2, 3, 5 ഇവിടുത്തെ ആൻസർ വരുന്നത്. ഓക്കെ, അപ്പോൾ ശിശുവിന് വേണ്ട വിദ്യാഭ്യാസം ഉണ്ടെന്നുണ്ടെങ്കിൽ, ആയുർദൈർഘ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഗുണനിലവാരമുള്ള ജീവിതം കിട്ടും എന്നുള്ള രീതിയിൽ ആലോചിച്ച് വെച്ചേക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ശരിയായ ജോഡി കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. പുത്തൻ സാമ്പത്തിക പരിഷ്കരണം ഏത് പഞ്ചവത്സര പദ്ധതിയുടെ കാലത്തായിരുന്നു? പുത്തൻ സാമ്പത്തിക പരിഷ്കരണം വരുന്നത് 8ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്തായിരുന്നു അല്ലേ. നെക്സ്റ്റ് നോക്കാം. സാമ്പത്തിക ഉദാരവൽക്കരണത്തിന് തുടക്കം കുറിച്ചത് 6ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് സാമ്പത്തിക ഉദാരവൽക്കരണത്തിന് തുടക്കം കുറിക്കുന്നത്. പിന്നെ വരുന്നത് വാർത്താവിനിമയ രംഗത്ത് പുരോഗതിയാണ്. അത് 7 ഗരീബി ഹട്ടാവോ വരുന്നത് 5 ഇവിടെ ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. പുത്തൻ സാമ്പത്തിക നയം 8, സാമ്പത്തിക ഉദാരവൽക്കരണം വരുന്നത് 6ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. വാർത്താവിനിമയം 7, ഗരീബി ഹട്ടാവോ 5ാം പഞ്ചവത്സര പദ്ധതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. തൈക്കാടയ്യയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. സൂപ്രണ്ടയ്യ ശിവരാജയോഗി എന്നിങ്ങനെ അറിയപ്പെടുന്നു. ശരിയാണ്, സൂപ്രണ്ടയ്യ ശിവരാജയോഗി എന്നിങ്ങനെ അറിയപ്പെടുന്നത് തൈക്കാടയ്യാണ്. 1815 നഗലപുരത്ത് ജനിച്ചു. ശരിയാണോ? 1814 തൈക്കാടയ്യ ജനിക്കുന്നത്. ഓക്കെ, മലബാറിലാണ് ജനിക്കുന്നത്. നെക്സ്റ്റ് നോക്കാം. ശ്രീനാരായണ ഗുരുവിൻ്റെയും ചട്ടമ്പി സ്വാമികളുടെയും അയ്യങ്കാളിയുടെയും ഗുരുവാണ്. ശരിയാണ്, ഗുരുവിൻ്റെ ഗുരു എന്നറിയപ്പെടുന്നത് തൈക്കാടയ്യാണ്. നെക്സ്റ്റ് വരുന്നത് വൈകുണ്ഠ സ്വാമികളുടെ ശിഷ്യനാണ്. അതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ആൻസർ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹോം റൂൾ പ്രസ്ഥാനത്തിന്റെ പ്രധാന ലക്ഷ്യം എന്തായിരുന്നു ഹോം റൂളിന്റെ ലക്ഷ്യം? ഇന്ത്യക്ക് ഉടനടി സ്വാതന്ത്ര്യം നൽകുക എന്നുള്ളതായിരുന്നു ഹോം റൂളിന്റെ ലക്ഷ്യം. നെക്സ്റ്റ് നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് ശരിയായവ തിരഞ്ഞെടുക്കുക. 1918 മാർച്ചിൽ ജർമ്മനിയുമായി ബ്രസ്തലിത്തോസ്കസ് ഉടമ്പടിയിൽ റഷ്യ ഒപ്പുവെച്ചുകൊണ്ട് 1ാം ലോക മഹായുദ്ധത്തിൽ നിന്നും പിന്മാറി. അത് ശരിയായിട്ടുള്ളൊരു പ്രസ്താവനയാണ്. 1918 മാർച്ചിൽ ജർമ്മനിയുമായിട്ട് ബ്രസ്തിത്തോസ്കസ് ഉടമ്പടിയിൽ റഷ്യ ഒപ്പുവെച്ചുകൊണ്ടാണ് 1ാം ലോക മഹായുദ്ധത്തിൽ നിന്നും പിന്മാറുന്നത്. 1920 വൈറ്റ് ആർമിയും റെഡ് ആർമിയും തമ്മിൽ ആഭ്യന്തര യുദ്ധം ആരംഭിച്ചു. അതും ശരിയാണ്. വൈറ്റ് ആർമിയും റെഡ് ആർമിയും തമ്മിൽ ഒരു ആഭ്യന്തര യുദ്ധം ഉണ്ടാകുന്നുണ്ട് 1920.
റഷ്യൻ യുദ്ധകാല കമ്മ്യൂണിസം, പുത്തൻ സാമ്പത്തിക നയം മുതലായവ നടപ്പിലാക്കിയത് ലെനിനാണ്. അതും ശരിയാണ്. റഷ്യയിലെ യുദ്ധകാല കമ്മ്യൂണിസവും പുത്തൻ സാമ്പത്തിക നയവും നടപ്പിലാക്കിയത് ആരാണ്? ലെനിനാണ്. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി, എല്ലാം ശരി എന്നുള്ളതാണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ചൗരി ചൗര സംഭവത്തിന് ശേഷം ഗാന്ധിജിയുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏവ? നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ചതിന് ശേഷം ഗാന്ധിജിയെ രാജ്യദ്രോഹ കുറ്റത്തിന് ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്തു. അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. നിസ്സഹകരണം പിൻവലിക്കും. ചൗരി ചൗര സംഭവത്തിനെ തുടർന്ന് ഗാന്ധിജി നിസ്സഹകരണം പിൻവലിക്കും. അതിനുശേഷം തന്നെ ഗാന്ധിജിനെ രാജ്യദ്രോഹ കുറ്റത്തിന് ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് പോയിന്റ് വരുന്നത് ഏതാണ്? 6 വർഷത്തേക്ക് പൂനെയിലെ ഏർവാദ ജയിലിലേക്കാണ് അയക്കുന്നത്. അതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. പൂനെയിലെ ഏർവാദ ജയിലിലേക്ക് 6 വർഷത്തിനാണ് ഗാന്ധിജീനെ അയക്കുന്നത്. അപ്പം 6 വർഷം കഴിഞ്ഞ ജയിൽ ശിക്ഷ കഴിഞ്ഞ് കഴിഞ്ഞാൽ പുറത്തിറങ്ങുന്നത് എന്നായിരിക്കും? ചൗരി ചൗര നടക്കുന്നത് 22-ലാണ് അല്ലേ? അപ്പോൾ 22 കഴിഞ്ഞാൽ 23, 24, 25, 26, 27 പുറത്തിറങ്ങും. ഇവിടെ 28ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഇവിടെ ശരിയായിട്ട് വരുന്നത്. 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ള പ്രസ്താവന. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വേലുത്തമ്പി ദളവയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന. അവിടെ ചോദിച്ചിട്ടുള്ളത് തെറ്റായ പ്രസ്താവനയാണ്. അപ്പം അത് നമുക്ക് ആദ്യം ഒന്ന് വരച്ചു വയ്ക്കാം. ഓക്കെ, ഇനി ഓരോ പ്രസ്താവനകൾ വായിക്കാം. തിരുവിതാംകൂർ രാജ്യത്തെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്നു വേലുത്തമ്പി ദളവ. ശരിയല്ലേ? തിരുവിതാംകൂറിൻ്റെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്നു വേലുത്തമ്പി ദളവ. അപ്പം അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. നെക്സ്റ്റ് നോക്കാം. 1803 മുതൽ 1809 വരെയായിരുന്നു തിരുവിതാംകൂർ രാജ്യത്തെ ദളവ. ആളുടെ കാലഘട്ടം അതാണോ? 1802 മുതലാണ് കേട്ടോ. അപ്പോൾ ഇവിടെയാണ് വ്യത്യാസം വരുന്നത്. അപ്പോൾ ഇത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. നെക്സ്റ്റ് നോക്കാം. വേലുത്തമ്പി ദളവയുടെ മുഴുവൻ പേരെന്താണ്? വേലായുധൻ ചെമ്പകരാമൻ തമ്പി. അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. വേലുത്തമ്പി എന്ന് പറഞ്ഞാൽ ആരാണ്? വേലായുധൻ ചെമ്പകരാമൻ തമ്പിയാണ്. നെക്സ്റ്റ്, കുണ്ടറ വിളംബരം നടന്നത് എന്നാണെന്നാണ്? 1809. അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. കുണ്ടറ വിളംബരം 1809-ലാണ് നടന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടുത്തെ ആൻസർ വരുന്നത് ഏതാണ്? 2 മാത്രം. ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കൊടുത്തിരിക്കുന്ന പ്രാദേശികവാദങ്ങളെയും അവയുടെ പ്രത്യേകതകളെയും ക്രമപ്പെടുത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ആൽപ്സ് പർവ്വതനിര കടന്ന് തെക്കൻ താഴ്വാരത്തേക്ക് വീശുന്ന പ്രാദേശികവാദം ഏതാണ്? ഏത് വാദമാണ് ആൽപ്സ് പർവ്വതനിരന്ന് തെക്കൻ ഭാഗത്തേക്ക് വീശുന്നത്? ഫൊന്നാണ് അല്ലേ? ആൽപ്സ് പർവ്വതനിര കടന്ന് തെക്കൻ ഭാഗത്തേക്ക് വീശുന്ന മുന്തിരിക്കുലകൾ പഴുക്കാനൊക്കെ സഹായകമായിട്ടുള്ള പ്രാദേശികവാദമാണ് ഫൊൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, മഞ്ഞുതീനി എന്ന് വിളിക്കപ്പെടുന്ന പ്രാദേശികവാദം ഏതാണ്? മഞ്ഞുതീനി ഏതാണ്? മഞ്ഞുതീനി ചിനൂക്കാണ് അല്ലേ? ചിനൂക്കാണ്. അപ്പോൾ അവിടുത്തെ ബാക്കി 2 ഓപ്ഷൻസ് എനിക്കിതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. മഞ്ഞുതീനി എന്ന് വിളിക്കുന്ന പ്രാദേശികവാദമാണ് ചിനൂക്ക്. നെക്സ്റ്റ് വരുന്നത് തെക്ക് കിഴക്കൻ സ്പെയിനിൽ അനുഭവപ്പെടുന്ന പ്രാദേശികവാദം. തെക്ക് കിഴക്കൻ സ്പെയിനിൽ അനുഭവപ്പെടുന്നതാണ് മിസ്ട്രൽ. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ആഫ്രിക്കയിലെ സഹാറ മരുഭൂമിയിൽ പടിഞ്ഞാറൻ ആഫ്രിക്കയിലേക്ക് വീശുന്ന കാറ്റ്. അതേതാണ്? ഹെർമാറ്റൺ ആണ് അല്ലേ? ഡോക്ടർ എന്നറിയപ്പെടുന്ന പ്രാദേശികവാദമാണ് ഹെർമാറ്റൺ ആണ്. ആഫ്രിക്കയിലെ സഹാറ മരുഭൂമിയിൽ നിന്നും പടിഞ്ഞാറൻ ആഫ്രിക്കയിലേക്ക് വീശുന്നത്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നാഷണൽ റിമോട്ട് സെൻസിങ് ഏജൻസിയുടെ ആസ്ഥാനം. നാഷണൽ റിമോട്ട് സെൻസിങ് ഏജൻസിയുടെ ആസ്ഥാനം എവിടെയാണ് വരുന്നത്? ഹൈദരാബാദിലാണ്. നാഷണൽ റിമോട്ട് സെൻസിങ് ഏജൻസിയുടെ ആസ്ഥാനം ഹൈദരാബാദാണ്. നെക്സ്റ്റ് നോക്കാം. അഗ്നിപർവ്വതങ്ങളില്ലാത്ത ഭൂഖണ്ഡം. ഏത് ഭൂഖണ്ഡത്തിലാണ് അഗ്നിപർവ്വതങ്ങളില്ലാത്തത്? ഓസ്ട്രേലിയയിലാണ്. ഓസ്ട്രേലിയയാണ് അഗ്നിപർവ്വതങ്ങളില്ലാത്ത ഭൂഖണ്ഡം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 100% സാക്ഷരത നേടിയ ആദ്യത്തെ വില്ലേജ് ഏതാണ്? ഏത് വില്ലേജാണ്? നെടുമുടി. 100% സാക്ഷരത നേടിയ ആദ്യ വില്ലേജാണ് നെടുമുടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. പെരിയാറിനെ ടൈഗർ റിസർവ് ആയിട്ട് പ്രഖ്യാപിച്ച വർഷം ഏതാണ്? പെരിയാറിനെ ടൈഗർ റിസർവ് ആയിട്ട് പ്രഖ്യാപിച്ചത് ഏത് വർഷമാണ്? 1978-ലാണ് പെരിയാറിനെ ടൈഗർ റിസർവ് ആയിട്ട് പ്രഖ്യാപിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പെൻഡുലം ക്ലോക്ക് കണ്ടുപിടിച്ചത് ആരാണ്? ക്രിസ്ത്യൻ ഹൈജൻ ആണ്. പെൻഡുലം ക്ലോക്ക് കണ്ടുപിടിച്ചത് ക്രിസ്ത്യൻ ഹൈജൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രതിധ്വനിയെക്കുറിച്ചുള്ള പഠനമാണ് കാറ്റക്കോസ്റ്റിക്സ്. ഓപ്ഷൻ ബി കാറ്റക്കോസ്റ്റിക്സ്.
നെക്സ്റ്റ് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. ഭൂഗുരുത്വ ബലം ഒരു സദിശ അളവാണ്. ശരിയായിട്ടുള്ള പ്രസ്താവനയല്ലേ? ഭൂഗുരുത്വ ബലം ഒരു സദിശ അളവാണ്. ബലം സദിശ അളവാണ്. നെക്സ്റ്റ് ഗുരുത്വാകർഷണ ബലത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ വസ്തുവിന്റെ മാസും വസ്തുക്കൾ തമ്മിലുള്ള അകലവുമാണ്. ശരിയല്ലേ? ഗുരുത്വാകർഷണ ബലത്തിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് വസ്തുവിന്റെ മാസും വസ്തുക്കൾ തമ്മിലുള്ള അകലവും. അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. നെക്സ്റ്റ് വരുന്നത് ഗുരുത്വാകർഷണം മൂലമുണ്ടാകുന്ന ത്വരണം വസ്തുവിന്റെ മാസിനെയും തമ്മിലുള്ള അകലത്തെയും ആശ്രയിച്ചിരിക്കുന്നു. അത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. നെക്സ്റ്റ് നോക്കാം. സാർവിക ഗുരുത്വാകർഷണ നിയമം പ്രസ്താവിക്കാൻ ന്യൂട്ടനെ സഹായിച്ചത് കെപ്ലറുടെ നിയമമാണ്. അതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഗുരുത്വാകർഷണ നിയമം പ്രസ്താവിക്കാനായിട്ട് ന്യൂട്ടനെ സഹായിച്ചത് കെപ്ലറുടെ നിയമമാണ്. നെക്സ്റ്റ് നോക്കാം. പഞ്ചലോഹത്തിൽ ഉൾപ്പെടാത്ത ലോഹം ഏതാണ്? പഞ്ചലോഹത്തിൽ ഉൾപ്പെടാത്ത ലോഹം ഏതാണ് ഇതിൽ? കറുത്തീയമാണ് അല്ലെ? കറുത്തീയം, ചെമ്പ്, വെള്ളി, വെളുത്തീയം, ഇരുമ്പ്, സ്വർണം, ഇത്രയാണ് നമ്മുടെ പഞ്ചലോഹങ്ങളിൽ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ലബോറട്ടറികളിലെ അമോണിയ നിർമ്മാണവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന. അമോണിയ നിർമ്മാണവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. പ്രസ്താവന വായിക്കാം. അമോണിയയുടെ സാന്ദ്രത വായുവിനേക്കാൾ കൂടുതലാണ്. ശരിയാണോ? ആ പ്രസ്താവന തെറ്റാണ്. അമോണിയയുടെ സാന്ദ്രത എന്ന് പറയുന്നത് വായുവിൻ്റെ സാന്ദ്രതയേക്കാളും കുറവാണ്. അതുകൊണ്ടാണ് അമോണിയ നിർമ്മാണം നടത്തുമ്പോൾ ടെസ്റ്റ് ട്യൂബൊക്കെ കമഴ്ത്തി വെച്ചിട്ട് അമോണിയ നമ്മൾ കളക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് നോക്കാം. രൂക്ഷഗന്ധവും നിറമില്ലാത്തതുമായ സംയുക്തമാണ് അമോണിയ. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ലബോറട്ടറിയിൽ നിർമ്മിക്കുന്ന അമോണിയയിലെ ജലാംശം നീക്കം ചെയ്യാനായിട്ട് നീറ്റുകക്ക ഉപയോഗിക്കുന്നു. അപ്പോൾ ഇവിടെ നിർജ്ജലീകാരിയായിട്ട് ഉപയോഗിക്കുന്നത് നീറ്റുകക്കയാണ്. ക്ഷാര സ്വഭാവം കാണിക്കുന്നു. അമോണിയയുടെ സ്വഭാവം എന്താണ്? ക്ഷാരഗുണമാണ് എന്നുള്ളതും കൂടി ഓർത്തു വെച്ചേക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മൂലകങ്ങളുടെ ഗാഢത പ്രസ്താവിക്കാൻ ഉപയോഗിക്കുന്ന അളവുകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. ശരിയായത് തിരഞ്ഞെടുക്കാനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. മാസ് പെർസെൻറ്റേജ്, പാർട്സ് പെർ മില്യൺ, വോളിയം പെർസെൻറ്റേജ്. ഇത് മൂന്നും മൂലകങ്ങളുടെ ഗാഢത പ്രസ്താവിക്കാനായിട്ട് ഉപയോഗിക്കുന്ന അളവുകളാണ്, ഏകകങ്ങളാണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസർ വരുന്നത്. മാസ് പെർസെൻറ്റേജ്, പാർട്സ് പെർ മില്യൺ, വോളിയം പെർസെൻറ്റേജ് എല്ലാം മൂലകങ്ങളുടെ ഗാഢത പ്രസ്താവിക്കാനായിട്ട് ഉപയോഗിക്കുന്ന അളവുകളാണ്. നെക്സ്റ്റ് നോക്കാം. ഇന്ത്യയിൽ ജലമലിനീകരണ നിയന്ത്രണ നിയമം പാസാക്കിയ വർഷം. ഏത് വർഷമാണ് ജലമലിനീകരണ നിയന്ത്രണ നിയമം പാസാക്കിയത്? 1974 ഇന്ത്യയിലെ ജലമലിനീകരണ നിയന്ത്രണ നിയമം പാസാക്കിയത് 1974. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് സിഫിലിസ് രോഗത്തിന് കാരണമായത്? സിഫിലിസ് രോഗത്തിന്റെ ബാക്ടീരിയ ഏതാണ്? കാരണമായ രോഗാണു ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? ട്രിപ്പോണിമ പലിഡം. ട്രിപ്പോണിമ പലിഡമാണ് സിഫിലിസ് രോഗത്തിന് കാരണം. ട്രിപ്പോണിമ പലിഡം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കേരള ഗവൺമെന്റിന്റെ വയോമധുരം പദ്ധതിയുടെ പ്രത്യേകത എന്താണ്? വയോമധുരം പദ്ധതി എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? നമുക്കറിയാം അല്ലെ? BPL കുടുംബത്തിൽപ്പെട്ട വയോജനങ്ങൾക്ക് സൗജന്യമായിട്ട് ഗ്ലൂക്കോമീറ്റർ നൽകുന്ന പദ്ധതിയാണ് വയോമധുരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പ്രമേഹത്തിന്റെ ഏത് വകഭേദത്തെയാണ് ജീവിതശൈലി രോഗമായി കണക്കാക്കുന്നത്? ജീവിതശൈലി രോഗമായിട്ട് കണക്കാക്കുന്ന പ്രമേഹം 2 തരാണ്. ടൈപ്പ് 1 ഉണ്ട്, ടൈപ്പ് 2 ഉണ്ട്. അതിൽ ജീവിതശൈലി രോഗം പറയുന്നത് ടൈപ്പ് 2 പ്രമേഹമാണ്. ടൈപ്പ് 2 പ്രമേഹമാണ് ജീവിതശൈലി രോഗം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അഡ്രിനൽ ഗ്രന്ഥിയുമായി ബന്ധപ്പെട്ട് ശരിയായ ജോഡിയാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ജോഡികൾ വായിക്കാം. അഡ്രിനൽ ഗ്രന്ഥിയുടെ പുറംഭാഗം കോർട്ടക്സ്. ശരിയാണോ? അതെ, പുറംഭാഗം കോർട്ടക്സും ഉൾഭാഗം മെഡുല്ല. അപ്പം 1ഉം 2ഉം ശരിയാണ്. നെക്സ്റ്റ് നോക്കാം. കോർട്ടിസോളിന്റെ അമിതോൽപാദനം മൂലമുണ്ടാകുന്ന രോഗമാണ് അഡിസൺസ് രോഗം. ശരിയാണോ? അല്ല, കോർട്ടിസോളിന്റെ ഉൽപാദനം കുറയുമ്പോഴാണ് അഡിസൺസ് രോഗം ഉണ്ടാകുന്നത്. കോർട്ടിസോളിന്റെ ഉൽപാദനം കൂടുമ്പോഴുണ്ടാകുന്ന രോഗമാണ് കുഷിൻ സിൻഡ്രോം. എന്താണ് കുഷിൻ സിൻഡ്രോം? നെക്സ്റ്റ് വരുന്നത് അഡ്രിനാലിൻ, നോർ അഡ്രിനാലിൻ കോർട്ടക്സ് ആണ് സ്രവിപ്പിക്കുന്നത് എന്നാണ്. അല്ല, മെഡുല്ല സ്രവിപ്പിക്കുന്ന ഹോർമോണുകളാണ് അഡ്രിനാലിനും നോർ അഡ്രിനാലിനും. അപ്പോൾ ഇവിടെ ശരിയായിട്ടുള്ള ജോഡികൾ ഏതാണ്? 1ഉം 2ഉം ആണ് ശരി. ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കരളിന്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ കെ ആണ് അല്ലെ? കരളിൽ സംഭരിക്കുന്ന വിറ്റാമിൻ ആണ് വിറ്റാമിൻ എ. കരളിന്റെ പ്രവർത്തനത്തിന് ആവശ്യമായ വിറ്റാമിൻ ആണ് വിറ്റാമിൻ കെ. നെക്സ്റ്റ് നോക്കാം. 1 ജിഗാബൈറ്റ് എന്നത് ഡാഷ് കിലോബൈറ്റ് ആണ്. 1 ജിഗാബൈറ്റ് എത്ര കിലോബൈറ്റ് ആണ്?
1024 ഇൻറ്റു 1024 കിലോ ബൈറ്റ് ആണ്. ഒരു ജിഗാബൈറ്റ് എന്ന് പറയുന്നത് 1024 ഇൻറ്റു 1024 കിലോ ബൈറ്റ് ആണ്. ജിഗാബൈറ്റിനെ കിലോ ബൈറ്റ് ആക്കാനായിട്ട് 1024 ഇൻറ്റു 1024. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സേവ്, പ്രിന്റ് തുടങ്ങിയ കമാൻഡുകൾ വേർഡ് പ്രോസസ്സറിൽ സാധാരണയായി കാണുന്നത് ഏത് മെനുവിലാണ്? സേവ്, പ്രിന്റ് ഒക്കെ കാണുന്നത് ഏത് മെനുവിലാണ്? ഫയൽ മെനുവിലാണ് അല്ലേ? ഫയൽ മെനുവിലാണ് സേവ്, പ്രിന്റ് ഒക്കെ കാണുന്നത്. നെക്സ്റ്റ് നോക്കാം. കമ്പ്യൂട്ടറിൽ ക്രോപ്പിംഗ് എന്നത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നമ്മളൊക്കെ ഫോട്ടോസ് അല്ലേ ക്രോപ്പ് ചെയ്യുക. അപ്പോൾ ക്രോപ്പിംഗ് എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഇമേജ് എഡിറ്റിംഗുമായി ബന്ധപ്പെട്ടതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പുതുമലയാൻമദൻ മഹേശൻ എന്ന് എഴുത്തച്ഛനെ വിശേഷിപ്പിച്ചത് ആരാണ്? അപ്പോൾ പുതുമലയാൻമദൻ മഹേശൻ എന്നറിയപ്പെടുന്നത് എഴുത്തച്ഛനാണ്. എഴുത്തച്ഛൻ അങ്ങനെ വിശേഷിപ്പിച്ചത് ആരാണ്? വള്ളത്തോളാണ്. ഓപ്ഷൻ സി വള്ളത്തോളാണ്. നെക്സ്റ്റ് നോക്കാം. താഴെ തന്നിരിക്കുന്നവയിൽ സാറാ ജോസഫിന്റെ കൃതികളിൽ പെടുന്നവ തിരഞ്ഞെടുക്കുക. സാറാ ജോസഫിന്റെ കൃതികൾ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒതപ്പ്, പാപത്തറ രണ്ടെണ്ണം സാറാ ജോസഫിന്റെ കൃതികളാണ്. ഒതപ്പ്, പാപത്തറ സാറാ ജോസഫിന്റെ കൃതികളാണ്. നെക്സ്റ്റ് നോക്കാം. ചേരുംപടി ചേർക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. കായിക താരങ്ങളും കായിക ഇനങ്ങളും. ദീപിക കുമാരി ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടതാണ്? ദീപിക കുമാരി അമ്പെയ്ത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. നെക്സ്റ്റ് വരുന്നത് ദീപിക കർമാർക്കർ ആണ്. ദീപിക കർമാർക്കർ എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ജിംനാസ്റ്റിക് താരമാണ്. കർമാർക്കർ ജിംനാസ്റ്റിക് താരമാണ്. മഹേഷ് ഭൂപതി എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? മഹേഷ് ഭൂപതി ടെന്നീസാണ്. മഹേഷ് ഭൂപതി ടെന്നീസായിട്ട് ബന്ധപ്പെട്ടതാണ്. സാക്ഷി മാലിക് ഗുസ്തിയാണ്. സാക്ഷി മാലിക് ഗുസ്തി. അപ്പോൾ ദീപിക കുമാരി ഏതാണ്? അമ്പെയ്ത്ത്. ദീപിക കർമാർക്കർ വരുമ്പോൾ ജിംനാസ്റ്റിക്സ്. മഹേഷ് ഭൂപതി ടെന്നീസ്. സാക്ഷി മാലിക് ഗുസ്തി. ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സരസ്വതി സമ്മാനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഇപ്പോൾ സരസ്വതി സമ്മാനം നൽകി തുടങ്ങിയ വർഷം 1991. അത് ശരിയായിട്ടുള്ളതാണ്. സരസ്വതി സമ്മാനം ലഭിച്ച ആദ്യ മലയാളിയാണ് സുഗതകുമാരി. ശരിയാണോ? സരസ്വതി സമ്മാനം ലഭിച്ച ആദ്യ മലയാളി ആരാണ്? ബാലാമണിയമ്മയാണ് അല്ലേ? അപ്പോൾ അത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. അപ്പോൾ നമുക്ക് ശരിയായിട്ടുള്ളതാണ് തിരഞ്ഞെടുക്കാൻ ചോദിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് നോക്കാം. സരസ്വതി സമ്മാനം ലഭിച്ച മലയാളികളിൽ ഒരാളാണ് അയ്യപ്പ പണിക്കർ. അയ്യപ്പ പണിക്കർക്ക് സരസ്വതി സമ്മാനം കിട്ടിയിട്ടുണ്ടോ? ഉണ്ടല്ലേ, കിട്ടിയിട്ടുണ്ട്. രണ്ടാമത് കിട്ടിയതാണ് അയ്യപ്പ പണിക്കർക്ക്. ആദ്യം ബാലാമണിയമ്മ, രണ്ടാമത് അയ്യപ്പ പണിക്കർ. ഓക്കെ. മൂന്നാമത് കിട്ടിയിട്ടുള്ളതാണ് സുഗതകുമാരിക്ക്. നാലാമത് കിട്ടിയിട്ടുള്ളതാണ് ആർക്കാ കിട്ടിയിട്ടുള്ള? പ്രഭാവർമ്മയ്ക്ക്. അപ്പോൾ 95 ബാലാമണിയമ്മയ്ക്ക്, 2005 അയ്യപ്പ പണിക്കർക്ക്, 2012 സുഗതകുമാരിക്കും, 23 പ്രഭാവർമ്മയ്ക്കാണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ ഇവിടെ നമുക്ക് ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ് ചോദിച്ചിട്ടുള്ളത്. രണ്ടാണ് ഇവിടുത്തെ തെറ്റിയിട്ടുള്ള പ്രസ്താവന. നെക്സ്റ്റ് ലാസ്റ്റത്തെ പ്രസ്താവന നോക്കാം. സരസ്വതി സമ്മാനം ലഭിച്ച സുഗതകുമാരിയുടെ കൃതിയാണ് മണലെഴുത്ത്. ശരിയാണോ? ശരിയാണല്ലേ. സുഗതകുമാരിക്ക് സരസ്വതി സമ്മാനം കിട്ടിയത് മണലെഴുത്ത് എന്ന കൃതിക്കാണ്. അപ്പോൾ ഇവിടെ തെറ്റായിട്ടുള്ളത് ഓപ്ഷൻ രണ്ടാമത്തേതാണ് തെറ്റായിട്ടുള്ളത്. അപ്പോൾ ഇവിടുത്തെ ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഭൈരവിക്കോലം, കാലൻകോലം, യക്ഷിക്കോലം ഇതൊക്കെ എന്ത് കലാരൂപവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടതാണ്? പടയണിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഭൈരവിക്കോലം, കാലൻകോലം, യക്ഷിക്കോലം ഒക്കെ പടയണിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ ഇതോടുകൂടെ 70 GK പോർഷൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ എന്തെങ്കിലും കമൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അറിയിക്കുക. സപ്പോർട്ട് ചെയ്യുക. താങ്ക്